ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് സോഫ്റ്റ് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാ പറഞ്ഞു തരുന്നത്. ആട്ടമാവിലാണ് ഉണ്ടാക്കുന്നത്. ആട്ട കൂടാതെ തേങ്ങ ചിരകിയതും ശർക്കരപ്പൊടിയും ഏലക്കാപ്പൊടിയും എടുത്തിട്ടുണ്ട്. കല്ലും മണ്ണും ഒന്നുമില്ലാത്ത ശർക്കരപ്പൊടി ഇപ്പോൾ വാങ്ങാൻ കിട്ടില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാം. സാധാരണ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് ഉരുക്കി അത് അരിച്ചെടുക്കണം. അതിനുശേഷം തേങ്ങ അതിൽ വിളയിച്ചെടുക്കണം. ഇതിപ്പോൾ കല്ലും മണ്ണും ഒന്നുമില്ലാത്ത ശർക്കരപ്പൊടിയല്ലേ, അതുകൊണ്ട് നേരിട്ട് ഉപയോഗിക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഏലക്ക പൊടിയായിട്ടില്ലെങ്കിൽ ഏലക്ക ചതച്ചിട്ടാലും മതി. തേങ്ങ ചേർത്ത ഫില്ലിങ്ങിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. അത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. ശർക്കര, പഞ്ചസാര ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. തേങ്ങ ചിരകിയതും ശർക്കരപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഫില്ലിംഗ് തയ്യാറാക്കുകയാണ്. കൊഴുക്കട്ട എപ്പോഴും ഒരു മീഡിയം സൈസായിരിക്കുന്നതാ നല്ലത്. ഫില്ലിംഗ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ മാവ് കുഴയ്ക്കുന്നതിലേക്ക് പോകാം. കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറു ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാവ് സോഫ്റ്റ് ആകാൻ വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം. സ്വീറ്റ് കൊഴുക്കട്ടയാണെങ്കിലും മാവിന് ഉപ്പ് വേണമല്ലോ. ഇനി മാവും ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് മാവും ഉപ്പും ഇതുപോലെ മിക്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഉപ്പ് കൂടുതൽ വേണ്ടി വന്നാൽ പിന്നീട് ചേർക്കാം. ചെറു ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായി ഒഴിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടേ ആ വെള്ളത്തിനുള്ളൂ. നെയ്യും വെളിച്ചെണ്ണയും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തിളച്ച വെള്ളവും ഒഴിക്കേണ്ടതില്ല. ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞതുപോലെ മീഡിയം സൈസിലെ കൊഴുക്കട്ടയാ എപ്പോഴും നല്ലത്. അതിനാവശ്യമായ മാവ് കുറേശ്ശെ എടുത്ത് കയ്യിൽ വെച്ചുരുട്ടി പരത്തി അതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. രണ്ട് കൈയുടെയും ഉള്ളിൽ വെച്ച് ഉരുട്ടുവാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കൊഴുക്കട്ട കിട്ടും. ഒരുപാട് മാവെടുത്ത് പരത്തി ഫില്ലിംഗ് വെച്ച് ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയേക്കാൾ ടേസ്റ്റ് ഉള്ളത് അധികം മാവ് വയ്ക്കാതെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയ്ക്കാണ്. കൊഴുക്കട്ട കഴിക്കുമ്പോൾ കുറേ മാവെടുത്ത് കഴിക്കേണ്ടി വരുന്നത് ഭയങ്കര ബോറാണ്. ഒരുപാട് കട്ടിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഫില്ലിംഗ് എത്ര വെച്ചാലും നമുക്ക് മതിയാകാതെ വരും. കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. ഇത് കണ്ടോ, ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കണം. എല്ലാ കൊഴുക്കട്ടയും ഞാനിവിടെ പരത്തി കാണിക്കുന്നില്ല. ഒരെണ്ണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഞാനീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾക്കുണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും. ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇഡ്ലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. കൊഴുക്കട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ നെയ്യ് പുരട്ടി കൊടുത്താലും മതി. വെളിച്ചെണ്ണയും നെയ്യും വേണ്ടാന്നുള്ളവർക്ക് വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. കൊഴുക്കട്ട ഒട്ടിപ്പിടിക്കരുത്, അത്രയേ ഉള്ളൂ. കുറച്ച് കൊഴുക്കട്ടയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇഡ്ലി സ്റ്റീമർ ഒന്നും എടുക്കുന്നില്ല. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം തട്ടെടുത്ത് വെച്ച് അതിലേക്ക് കൊഴുക്കട്ട പെറുക്കി വെക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. 10 മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സോഫ്റ്റ് ഗോതമ്പ് കൊഴുക്കട്ട റെഡി.